കാലവർഷം അതിതീവ്രമായി തുടരുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് ജലത്തിന്റെ കുത്തൊഴുക്ക് ശക്തമായി. ഇത് അണക്കെട്ടിലെ ജലനിരപ്പ് അതിവേഗം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ അണക്കെട്ടിലെ ജലനിരപ്പ് 133 അടി പിന്നിട്ട് കഴിഞ്ഞു. ജലനിരപ്പ് 136 അടിയിലെത്തിയാൽ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് അധിക ജലം പെരിയാറിലേക്ക് ഒഴുക്കിവിടുമെന്ന് തമിഴ്നാട് അധികൃതർ അറിയിച്ചിട്ടുള്ളതിനാൽ പെരിയാർ നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇടുക്കി ജില്ലയിൽ ലഭിക്കുന്ന ശക്തമായ മഴയാണ് മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചത്. സമീപ പ്രദേശങ്ങളിലെ കാടുകളിലും മലനിരകളിലും പെയ്യുന്ന മഴവെള്ളം അണക്കെട്ടിലേക്ക് നേരിട്ട് ഒഴുകിയെത്തുകയാണ്. ഇത് ഡാമിലേക്കുള്ള നീരൊഴുക്ക് ഗണ്യമായി വർദ്ധിപ്പിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ഓരോ മണിക്കൂറിലും സെന്റിമീറ്ററുകൾ എന്ന കണക്കിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. ജലനിരപ്പ് ഉയരുന്നത് തുടർന്നാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഷട്ടറുകൾ തുറക്കേണ്ടി വരും. ജലനിരപ്പ് 136 അടിയിലെത്തി ഷട്ടറുകൾ തുറക്കേണ്ടി വന്നാൽ പെരിയാറിലൂടെ വലിയ അളവിൽ വെള്ളം താഴേക്ക് ഒഴുകിയെത്തും. ഇത് പെരിയാറിന്റെ ഇരു കരകളിലും താമസിക്കുന്നവരെ നേരിട്ട് ബാധിക്കും. വണ്ടിപ്പെരിയാർ, മ്ലാമല, ചപ്പാത്ത്, ഉപ്പുതറ, അയ്യപ്പൻ കോവിൽ, നെടുങ്കണ്ടം, കട്ടപ്പന തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. ഈ പ്രദേശങ്ങളിലെ താഴ്ന്ന നിരപ്പിലുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റി കുറച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. പെരിയാർ തീരങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാൻ തയ്യാറെടുക്കണം. ഇതിനായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടണം. പെരിയാർ നദികളിലും കൈവഴികളിലും മത്സ്യബന്ധനം, കുളിക്കൽ, മറ്റ് ജലവുമായി ബന്ധപ്പെട്ട വിനോദങ്ങൾ എന്നിവ പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. പുഴയിൽ ഇറങ്ങുന്നത് ഒഴിവാക്കുക. കുട്ടികളെ പുഴയുടെ അടുത്തേക്ക് പോകാൻ അനുവദിക്കരുത്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ തങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കളും രേഖകളും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുക. പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിൽ വിശ്വസിക്കരുത്. ഔദ്യോഗിക വിവരങ്ങൾക്കായി സർക്കാർ സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കുക. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർഷങ്ങളായി കേരളവും തമിഴ്നാടും തമ്മിൽ നിലനിൽക്കുന്ന പ്രധാന തർക്ക വിഷയമാണ്. 1895 നിർമ്മിച്ച ഈ അണക്കെട്ടിന്റെ പഴക്കവും ഘടനാപരമായ ബലഹീനതകളും ചൂണ്ടിക്കാട്ടി കേരളം പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ തമിഴ്നാട് ഈ ആവശ്യത്തെ എതിർക്കുകയും നിലവിലുള്ള അണക്കെട്ട് സുരക്ഷിതമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു. സുപ്രീം കോടതി ഇടപെടലുകളിലൂടെയും മറ്റും അണക്കെട്ടിലെ ജലനിരപ്പ് സംബന്ധിച്ച് പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 142 അടി വരെ ജലനിരപ്പ് ഉയർത്താൻ തമിഴ്നാടിന് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും കേരളം എപ്പോഴും ഇതിനെ എതിർക്കുന്നതാണ്. നിലവിൽ 136 അടിയിൽ ഷട്ടർ തുറക്കുമെന്ന അറിയിപ്പ് തന്നെ വലിയ ആശങ്കയാണ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ജലനിരപ്പ് 136 അടിയിലെത്തിയാൽ തമിഴ്നാട് പെരിയാർ തീരത്ത് താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയ ശേഷം ഷട്ടറുകൾ തുറക്കും. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും ഒരുക്കാൻ അധികൃതർ സജ്ജമാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനമനുസരിച്ച് ഇനിയും മഴ തുടരാൻ സാധ്യതയുണ്ടെന്നിരിക്കെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിക്കുകയാണ്. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തുകയും അധികാരികളുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.